ഇപ്പോൾ പല പെൺകുട്ടികളും 9 വയസ്സിന് മുൻപ് തന്നെ പ്യൂബർട്ടിയിൽ എത്തുകയാണ്. ഇത് സാധാരണ വളർച്ചയല്ല, ഭാവിയിൽ ആരോഗ്യത്തെ ബാധിക്കാവുന്ന ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ്. ഈ ഏർലി പ്യൂബർട്ടി, അതായത് പീരീഡ്സ് നേരത്തെ ആകുന്നത് മാനസികാരോഗ്യവും ഹോർമോണൽ ഇംബാലൻസും ഫ്യൂച്ചറിൽ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സോ ഈ പ്യൂബർട്ടി നേരത്തെ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് വൈകിപ്പിക്കാനാവുന്നത്? സയന്റിഫിക്കലി തെളിയിച്ച 3 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തേത്, കുട്ടികൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള പെർഫ്യൂംസും ഫാബ്രിക് കണ്ടീഷണറുകളും കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇവയിലുള്ള എൻഡോക്രൈൻ ഡിസ്റിസപ്റ്റേഴ്സ് ഹോർമോണുകളെ തകരാറിലാക്കുന്നു. പ്യൂബർട്ടി നേരത്തെ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു കാരണം ഇതാണ്. അതിനാൽ ഗ്ലാസ് കണ്ടെയ്നറുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ മൈക്രോ പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഹൈ ഷുഗർ ആൻഡ് ഹൈ ഫാറ്റ് ഡയറ്റിലുണ്ടെങ്കിൽ അത് പ്യൂബർട്ടി വേഗത്തിലാക്കുന്നു. പകരം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. പാക്കറ്റ് സ്നാക്കുകൾ, അതുപോലെ തന്നെ മധുരമുള്ള ജ്യൂസുകൾ, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ആൻഡ് തേർഡ് വൺ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്ക്രീൻ ടൈമിംഗ്, എസ്പെഷ്യലി നൈറ്റ് മാനേജ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. നൈറ്റ് ടൈമിലുള്ള സ്ക്രീൻ എക്സ്പോഷർ മെലറ്റോണിൻ ഹോർമോണിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇതാണ് സ്ലീപ്പും പ്യൂബർട്ടി ടൈമിങ്ങും കൺട്രോൾ ചെയ്യുന്നത്. സോ സ്ക്രീൻ ടൈം നിർബന്ധമായും കുറയ്ക്കുക. ഈ 3 കാര്യങ്ങൾ സ്ഥിരമായി പാലിച്ചാൽ നമ്മുടെ കുട്ടികളുടെ വളർച്ചയും അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസും ശരിയായി നിലനിർത്താനും പ്യൂബർട്ടി ശരിയായ ടൈമിൽ വരാനും സഹായിക്കുന്നു. Velith Homeopathy, on a mission to cure.